AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവ വീട്ടിൽ വന്ന് സർവീസ് ചെയ്ത് തരുന്ന ഒരു ചേട്ടനെയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ജസ്റ്റ് നമ്മളൊരു കോൾ വിളിച്ചാൽ മതി, സ്പെയർ പാർട്സ് ഉൾപ്പെടെ വീട്ടിൽ കൊണ്ടുവന്ന് ഇത് റിപ്പയർ ചെയ്ത് തരും. ചേട്ടാ, ഈ ഫ്രിഡ്ജിൽ എന്താണ് കംപ്ലൈന്റ്? ഫ്രിഡ്ജില് ഈ ഐസ് കട്ട പിടിക്കുന്നുണ്ട്. ഐസ് ഉള്ളിൽ അധികമായിട്ട് കട്ട പിടിക്കുന്നു. ഈ ഫ്രീസർ മൊത്തത്തിൽ കട്ട പിടിക്കുന്നുണ്ട്. അധികമായിട്ട് ഐസ് കട്ട പിടിക്കുന്നു. ഇപ്പൊ അത് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അതെന്തെങ്കിലും സെൻസറിന്റെ പ്രശ്നമായിരിക്കും. സെൻസറാണ് ഇത്. ഇതാണ് സെൻസർ. ഇതാണ് LG സ്മാർട്ട് ഇൻവെർട്ടർ സെൻസർ. അപ്പൊ ഈ സെൻസർ മാറ്റി കഴിഞ്ഞാൽ ഐസ് കട്ട പിടിക്കത്തില്ല. ഐസ് അധികമായിട്ട് കട്ട പിടിക്കത്തില്ല. ഒരാഴ്ചയിൽ 1 വീക്കിൽ ഇത് ഡീപോസ്റ്റിംഗ് ചെയ്യണം. നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം മാനുവലായിട്ട്. അത് എല്ലാ ആഴ്ചയിലും ചെയ്യണം. എല്ലാ ആഴ്ച ചെയ്യണ്ട. ഐസ് കട്ടൻ ഐസിന് പിടിക്കുന്ന സമയത്ത് ഇതിന്റെ അകത്ത് ഗ്യാസ് ഉണ്ട്. ഈ ഗ്യാസ് ആ സെൻസർ ആയാലും ഈ ഗ്യാസ് ഇതാവുള്ളൂ, സർക്കുലേഷൻ ചെയ്യും. ഈ ഇതിന്റെ സെൻസറിന്റെ അകത്ത് ഗ്യാസ് ഉണ്ട്. അതാണ് കട്ട് ഓഫ് ആക്കി വിടണത് സംഭവം. പിന്നെ ഇതില് ബൾബും ഇല്ലാതൊന്നും ഫ്യൂസ് അടിച്ചു പോയി. ബൾബ് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ബൾബ് മാറ്റിയിട്ടുണ്ട്. കമ്പനി ഗോദ്രേജ് കമ്പനി പ്രോഡക്റ്റ് സ്പെയർ പാർട്സ് എല്ലാം ബ്രാൻഡ്. ഇത് LG ഒറിജിനൽ കമ്പനി സാധനമാണ്. LGയുടെ ഒറിജിനൽ പ്രോഡക്റ്റ് ആണ് ചെയ്യുള്ളൂ. ലോക്കൽ ഒന്നും ഉപയോഗിക്കത്തില്ല. ക്വാളിറ്റി കീപ്പ് ചെയ്താണ് ചെയ്യുന്നത്. ഇപ്പൊ ഇതിന്റെ സെൻസർ മാറ്റി കഴിഞ്ഞാൽ ഫുൾ വർക്ക് ഓക്കെയാണ്. പിന്നെ ഐസ് കട്ട പിടിക്കത്തില്ല. നമ്മൾ 1-2 ആഴ്ചയിൽ ചെറിയ രീതിയിൽ ഇത് കട്ട പിടിച്ച് തുടങ്ങുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതേ ഉള്ളൂ. പിന്നെ ഫ്രിഡ്ജിൽ സ്റ്റെബിലൈസർ ബെസ്റ്റ് ആയിട്ട് വെക്കണം. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഫ്രിഡ്ജിൽ സ്റ്റെബിലൈസർ ഇൻക്ലൂഡഡ് ആണല്ലോ? ഇല്ല. അത് ഇൻവെർട്ടർ ബോർഡാണ്. ഇൻവെർട്ടർ ബോർഡിനാണ് ഇവർ സ്റ്റെബിലൈസർ എന്ന് പറയുന്നത്. സ്റ്റെബിലൈസർ അല്ല, ഇൻബിൽറ്റ് സ്റ്റെബിലൈസർ എന്ന് മെൻഷൻ ചെയ്യാറുണ്ടല്ലോ പുതിയ തരം ഫ്രിഡ്ജില്. ഇതാണ് സ്റ്റെബിലൈസർ എന്ന് പറയണത്. ഈ ഒരു ചെറിയ യൂണിറ്റ് ആണ് പറയുന്നത്. ഈ ഒരു ചെറിയ യൂണിറ്റ് ഇതാണ് സ്റ്റെബിലൈസർ എന്ന് പറയണത്. ഈ ഒരു ടെക്നോളജി ഒരു ചെറിയ ബോർഡിന് മാത്രമാണ്. മോട്ടോർ സ്റ്റാർട്ട് ആക്കുന്നത് റിലേ ഓവർലോഡാണ്. ഇത് സ്റ്റെബിലൈസർ അല്ല. കാരണം ഇതില് 3 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഇത് ഓൺ ആവുള്ളൂ. പക്ഷെ സ്റ്റെബിലൈസർ ഉണ്ടെങ്കിൽ കുറച്ച് നല്ല സേഫ്റ്റി, ഫ്രിഡ്ജിന് എനർജി പോസിറ്റീവ് ആയിട്ടുള്ള സേഫ്റ്റി ഉണ്ട്. വോൾട്ടേജ് വേരിയേഷൻ വന്നാലും സ്റ്റേബിൾ ആയിട്ട് കറക്റ്റ് വോൾട്ടേജ് സ്റ്റെബിലൈസർ പ്രൊവൈഡ് ചെയ്യും. യെസ്, ഹൈ വോൾട്ടേജ് വന്നാലും ലോ വോൾട്ടേജ് വന്നാലും സ്റ്റെബിലൈസർ നോക്കിക്കോളും. അതാണ് അതായത് വോൾട്ടേജ് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഫ്രിഡ്ജിനെ ബാധിക്കില്ല. സ്റ്റെബിലൈസറിൽ തന്നെ കൺട്രോൾഡ് ആയിട്ട് നിൽക്കും. കാരണം ഇത് 6 മണി തൊട്ട് വൈകിട്ടാണ് ഈ വോൾട്ടേജ് വിഷയം വേരിയേഷൻ വരുന്നത്. അപ്പൊ ആ സമയത്തിന് സ്റ്റെബിലൈസർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആപത്തുണ്ടെങ്കിൽ സ്റ്റെബിലൈസർ അടിച്ചു പോവുള്ളൂ. ഫ്രിഡ്ജ് സേഫ് ആവും. 1500 രൂപയാണ് സ്റ്റെബിലൈസർ. പക്ഷെ ഫ്രിഡ്ജ് 18, 30, ഒരു സ്റ്റാൻഡേർഡ് 50,000 അത്രയും. സ്റ്റെബിലൈസർ പോയി കഴിഞ്ഞാൽ 1500 രൂപ ചെലവുള്ളൂ. കംപ്രസർ അടിച്ചു പോയാൽ പിന്നെ കസ്റ്റമർ വേറെ ഫ്രിഡ്ജ് മേടിക്കണം. ആ ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ നിർബന്ധമായിട്ടും സ്റ്റെബിലൈസർ ഇൻവെർട്ടർ ഫ്രിഡ്ജ് ഉണ്ടെങ്കിലും സ്റ്റെബിലൈസർ വേണം. ചില ഡബിൾ ഡോർ ഫ്രിഡ്ജിൽ ഇവിടെ ടോപ്പില് വലിയ ബോർഡ് ഉണ്ടാവും, ബാക്ക് സൈഡിലും ഉണ്ടാവും ബോർഡ് ഉണ്ടാവും. അതാണ് അവര് സ്റ്റെബിലൈസർ വേണ്ട, അതിനകത്ത് തന്നെ അഡീഷണൽ ആയിട്ട് ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ അത് അടിച്ചു പോയാൽ ബോർഡ് കത്തിപ്പോവും. വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ബോർഡ് കത്തും. ടോട്ടൽ യൂണിറ്റിന്റെ ബോർഡാണ്. IC പോയി കഴിഞ്ഞാൽ ഫ്രിഡ്ജ് ഓൺ ആവത്തില്ല. അപ്പൊ സ്റ്റെബിലൈസർ ഉണ്ടെങ്കിൽ കുറച്ച് പോസിറ്റീവ് എനർജി കിട്ടും ഫ്രിഡ്ജിന്. ഇത്രയേ ഉള്ളൂ. ചേട്ടൻ ഈ ഒരു മേഖലയിൽ എത്ര വർഷമായി വർക്ക് ചെയ്യുന്നത്? ഞാൻ 10 വർഷമായി. 10 വർഷം കൊണ്ട് ഈ മേഖലയിലുണ്ട്. എന്റെ വീട് തമിഴ്നാട് കുറ്റാലത്താണ്. അവിടുന്ന് ചെന്നൈ ട്രെയിനിങ് പോയി. ചെന്നൈ ട്രെയിനിങ്ങിൽ നിന്നാണ് എന്നെ തിരുവനന്തപുരത്ത് വിട്ടത്. അവിടെ കഴക്കൂട്ടത്താണ്. അവിടെ നിന്നാണ് വർക്ക് എല്ലാം പഠിച്ച് പേടികുളത്താണ് ഞാൻ കട 5 വർഷം പേടികുളത്താണ് കട ഇട്ടത്. പേടികുളം എന്ന് പറയുന്നത് കാരേറ്റ് എടുത്ത് പേടികുളത്താണ് കട ഇട്ടിരുന്നത്. പിന്നെ ഞാൻ കഴക്കൂട്ടത്ത് VSSCയില് പിന്നെ അവിടുത്തെ വർക്കായിട്ട് കോൺട്രാക്ട് വർക്കായിട്ട് ഞാൻ പോകും. അതുകൊണ്ട് ഞാൻ കട ഇപ്പൊ ഇല്ല. ഇപ്പൊ ഹോം സർവീസ് ഫുൾ ആയിട്ട് വിളിക്കുന്ന സ്ഥലത്ത് പോയി ചെയ്യും. ഇത് ഫ്രിഡ്ജും മാത്രമാണോ അത് മറ്റെന്തെങ്കിലും പ്രോഡക്റ്റുകളോട് സർവീസ് ചെയ്യും? AC ഉണ്ട്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. ഈ 3 പ്രോഡക്റ്റ് നമ്മുടെ വീട്ടിൽ കംപ്ലൈന്റ് ആകുമ്പോൾ ചേട്ടനെ വിളിച്ചറിയിച്ചാൽ വന്ന് ചെയ്യാൻ പറ്റുമല്ലോ? ഉടനെ വന്ന് ഞാൻ ചെയ്തു കൊടുക്കും.
നമ്മൾ എന്താണ് കംപ്ലൈന്റ് എന്നും കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സ്പെയർ പാർട്സ് കൂടി കരുതി കൊണ്ടുവരാൻ പറ്റുമല്ലോ. നമുക്ക് വിളിക്കുമ്പോൾ അതിന്റെ ഇതായിട്ട് നമുക്ക് അറിയാം, കംപ്ലൈന്റ് അറിയുമ്പോൾ എന്തൊക്കെ മാറേണ്ടി വരും കസ്റ്റമർ ചോദിക്കുമ്പോൾ നമുക്ക് അറിയാം. കാരണം നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് അത്രത്തോളം ഉണ്ട്, അതുകൊണ്ട് അറിയാൻ പറ്റും. നമ്മുടെ ഈ ഒരു സർവീസ് നമുക്കിപ്പോൾ ചേട്ടന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ മാർക്ക് ചെയ്ത് പറയുവാണെങ്കിൽ തിരുവനന്തപുരം ജില്ല അങ്ങനെ പറയുവാണെങ്കിൽ അത് മെയിൻ ആയിട്ടുള്ളത് കാരേട്ടാണ് മെയിൻ ആയിട്ട് ഞാൻ ചെയ്യുന്നത്. പിന്നെ കാരേട്ട്, കഴക്കൂട്ടം, പിന്നെ എൻ്റെ അമ്മയുടെ സ്ഥലം കുളത്തപ്പുഴ ആയതുകൊണ്ട് കുളത്തപ്പുഴ തെന്മല ആ റോട്ടിൽ അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അച്ഛന്റെ സ്ഥലം തമിഴ്നാട് കുറ്റാളായതുകൊണ്ട് തമിഴ്നാട്ടിലെ തെങ്കാശി ഡിസ്ട്രിക്റ്റിൽ ചെയ്യുന്നുണ്ട്. അതാണ് തിരുവനന്തപുരം ജില്ലയുടെ ഒരു മേജർ പോർഷൻ. വെഞ്ഞാറമൂട് ഇങ്ങനെ കവർ ചെയ്ത് ഫസ്റ്റ് തിരുവനന്തപുരം ജില്ലയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓടിയെത്തി വർക്ക് സ്ലോ ആയതിനു ശേഷമേ ഞാൻ തമിഴ്നാട്ടിൽ പോകത്തുള്ളൂ. എന്ന് വെച്ചാൽ സഞ്ചരിക്കുന്ന ഒരു വർക്ക്ഷോപ്പാണിത്. എല്ലാ സ്പെയർ പാർട്സ് ഉൾപ്പെടെ എല്ലാം ഉണ്ടല്ലോ. ഇപ്പൊ ഗ്യാസ് ഒക്കെ ഉണ്ടാവും അല്ലേ? ഗ്യാസ് വണ്ടിയിലിരിക്കുന്നല്ലേ? ഗ്യാസ് ഫില്ല് ചെയ്യുന്ന ടൂളാണിത്. ഇത് അറിയാതെ മീറ്റർ ചെക്ക് ചെയ്യുന്നതും ടൂളും അഡീഷണൽ ടൂൾ ബോക്സുകളും കാര്യങ്ങളും സർവീസ്. ഇൻവെർട്ടർ മോട്ടർ ചെക്കിങ് ചെയ്യുന്നതാണ്. ഏത് ഇൻവെർട്ടർ ഫാൻ മോട്ടർ ചെക്ക് ചെയ്യുന്നത് ഈ ബോർഡാണ്. ഇപ്പോൾ മോഡൽ വെച്ചാൽ മൊത്തം ടെക്നോളജി ആയി ഇപ്പൊ. അതുകൊണ്ട് ഈ ബോർഡാണ് ചെക്കിങ് ചെയ്യുന്നത്. ഈ ഒരു ബോർഡ് സാധാ വോൾട്ടേജിൽ ചെക്കിങ് ചെയ്യാക്കത്തില്ല. സാധാ വോൾട്ടേജ് ഇത് DC വോൾട്ടേജിലല്ലേ? ഇത് DC ആണ്. AC വന്നിട്ട് DC ആയിട്ട് മാറും. പ്രൈമറി സർക്യൂട്ടിൽ AC വന്നിട്ട് DCയിൽ കൺവെർട്ട് ആയ 4 വയറാണ് പറഞ്ഞത്. ഏത് ഡബിൾ ഡോർ ഫ്രിഡ്ജിൽ ഫാൻ മോട്ടർ ടോപ്പില്. അപ്പൊ ഈ 4 വയർ ഉണ്ടെങ്കിൽ 4 വയർ കുത്തും കണക്ടിങ് ചെയ്തിട്ട് ഓൺ ആക്കപ്പം മോട്ടർ ഫാൻ മോട്ടർ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടായില്ലേന്ന് ഇതില് ഡിസ്പ്ലേയില് കാണിക്കണം. ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ അത്യാവശ്യം എല്ലാ സംവിധാനങ്ങളും കയ്യിലുണ്ട്. മെയിൻ ബാഗ് വെളിയിലാണ്. ഗ്യാസ് വണ്ടിയിലേയും ഗ്യാസിന്റെ ഒരുപാട് ബാഗും ഗ്യാസ് യൂണിറ്റ് എല്ലാം ഉണ്ട്. AC ഫിറ്റിംഗ് എല്ലാ ഇതും ഞാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ വിഷയമില്ല. അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട. കടയിൽ പോയി ഇത് ഫ്രിഡ്ജ് കംപ്ലൈന്റോ AC കംപ്ലൈന്റോ കടയിലൊന്നും പോകേണ്ട കാര്യമില്ല. വിളിച്ചു പറഞ്ഞിട്ട് കാത്തിരിക്കൊന്നും വേണ്ട. ചേട്ടനെ നേരിട്ടൊന്ന് വിളിച്ചാൽ മതി. കംപ്ലൈന്റ് എന്താണെന്ന് പറയാ, ചേട്ടൻ നേരിട്ടൊന്ന് ശരിയാക്കി തരും. നമ്മുടെ സൗകര്യത്തിന് വീട്ടിൽ ഒന്ന് ചെയ്തു തരും. അപ്പൊ പേടിക്കണ്ട. പിന്നെ നമ്മളത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ കമ്പനി പ്രോഡക്റ്റ് ആയിട്ട് ഇതെല്ലാം ഞാൻ കമ്പനി ഇതായിട്ട് ഞാൻ ചെയ്യും. ലോക്കൽ ഒന്നും ഞാൻ ചെയ്യാൻ നിൽക്കത്തില്ല. അത് ഇവിടെ പേടികൊടുത്ത ഉള്ളവർക്ക് അറിയാം. അതുകൊണ്ടാണ് വീണ്ടും എന്നെ സർവീസ് കിട്ടുന്നത്. ഇതാണ് ഗ്യാസിന്റെ പൈപ്പ്. ഇതൊക്കെയാണ് ഗ്യാസിന്റെ പൈപ്പ്. ഇതിൽ വെച്ചോ സാധനം വെച്ചോ കുത്താൻ പാട്. സ്ക്രൂ ഡ്രൈവർ അങ്ങനെ വെച്ച് കുത്താൻ പാട്. എന്തെങ്കിലും അങ്ങനെ ഒരു ഡാമേജ് ഗ്യാസ് ലീക്ക് ആവും അല്ലേ? ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കത്തി കൊണ്ടൊന്നും കുത്തിയത് ഇളക്കാൻ പാടില്ല. കത്തി വെച്ച് വെപ്രാള പൊട്ട് ഇളക്കും. അങ്ങനെ ചെയ്യാൻ അതിലൊരു അപകട സാധ്യതയുണ്ടല്ലോ. പിന്നെ ഈ ഗ്യാസ് ശ്വസിച്ചുകൂടല്ലേ? ഇത് 600 ഗ്യാസ് ആണ്. 10 വർഷത്തിലുള്ള ഫ്രിഡ്ജ് എല്ലാം 134 ആണ് ഗ്യാസ്. ഇത് 600 തീ പിടിക്കാൻ സാധ്യത ഉണ്ട്. ഇപ്പോൾ മോഡൽ എല്ലാത്തിലും 600 ഗ്യാസ് ആണ്. തീ പിടിക്കാനുള്ള ചാൻസ്. അതായത് ഇപ്പം ഐസ് കട്ട പിടിക്കുമ്പോഴത്തേക്ക് നമ്മൾ അറിയാത്ത, അതായത് ഇതിനെപ്പറ്റി നോളജ് ഇല്ലാത്തവര് കത്തി വെച്ച് കുത്തി ഒരു ലീക്ക് വരുവാണെങ്കിൽ തീ പിടിച്ച ഒരു അപകട സാധ്യത ഉണ്ട്. ഈ ഗ്യാസ് അടുപ്പും ഫ്രിഡ്ജും ഒരുമിച്ച് വെക്കാൻ പാടില്ല. ഗ്യാസ് ഇവിടെ നിന്ന് ഗ്യാസ് ഷോർട്ടേജ് ആയാൽ നമ്മൾ അവിടെ തീ എന്തെങ്കിലും പിടിക്കുക. അതാണ് ഫ്രിഡ്ജിൽ ആക്സിഡന്റ് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ഫ്രിഡ്ജ് കാരണം അപകടം ഉണ്ടാവുന്നത്. കൂടുതലായിട്ട് ഉണ്ടാവുന്നത് ചെന്നൈയിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ AC ഫ്രിഡ്ജും ആക്സിഡന്റ് ആവും. കാരണം അധിക ചൂടുള്ളത് കൊണ്ട് പിന്നെ ചെന്നൈയിൽ വെച്ചാൽ ഫ്രിഡ്ജ് ഗ്യാസും ഒരുമിച്ച് വെക്കും. അവിടെ ചെറിയ പോർഷൻ അല്ലേ താമസിക്കുന്ന ആൾക്കാർ അധികമായിട്ട് താമസിക്കുന്ന സിറ്റി ഏരിയ അല്ലേ ചെന്നൈ. അതുകൊണ്ട് AC എങ്ങനെയാന്ന് വെച്ചാൽ നല്ല ഉള്ളിലാണ് AC കൊണ്ടുവയ്ക്കുന്നത്. വെളിയിലുള്ള ഔട്ട്ഡോർ വെച്ചാൽ കാറ്റ് ഫ്രീ ആയിട്ട് അതിന്റെ ഫാൻ വർക്ക് ചെയ്ത് കാറ്റ് പുറത്തേക്ക് തള്ളിവിടണം. സർക്കുലേഷൻ ചെയ്താണ് അത് തള്ളിവിടണം. അത് ഫ്രീ ആയിട്ട് കാറ്റ് പോകണം. ഇത് ഫ്രീ ആയിട്ട് പോകത്തില്ല.
അവിടെ അത് ഫില്ലർ കണക്ക് അടവ് ഉണ്ട്. വളരെ ഈ കാറ്റ് സ്ഥലപരിമിതിയുണ്ട്. ഈ കാറ്റ് തടസ്സം ഉണ്ടാവും. റിട്ടേൺ അകത്ത് തന്നെ ഈ കാറ്റ് ഉള്ളിലേക്ക് തന്നെ തിരിച്ച് റിട്ടേൺ വരാനുള്ള സാധ്യത ഉണ്ട്. അതിന് പോകുമ്പോൾ പൊട്ടാനുള്ള ഇത് ചാൻസ് അങ്ങനെ അപകടം സംഭവിക്കും. പിന്നെ ക്ലീനിങ് ബെസ്റ്റ് ആയിട്ട് ഒരു AC ക്ലീനിങ് ചെയ്യണം. ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമ്മളെ ശ്വാസം എടുക്കില്ലേ, ഇതാണ് ACക്കും അതേപോലെയാണ്. ഈ വെളിയിലുള്ള എയർ മൊത്തം വലിച്ച് ഫ്രണ്ടിലോട്ടാണ് ഈ കാറ്റ് തണുപ്പായിട്ട് നമുക്ക് കിട്ടണത്. അപ്പൊ ബാക്കില് ടെസ്റ്റ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഫാൻ മോട്ടർ എല്ലാം ഹീറ്റിംഗ് ആവും. അതിലുള്ള സാധനം ഗ്യാസ് എല്ലാം ഹീറ്റിംഗ് ആവും. ഈ ഹീറ്റിംഗ് ആവുന്ന സമയമാണ് ഷോർട്ടേജ് ആക്സിഡന്റ് സംഭവിക്കുക. ഇത് എത്ര കാലയളവിലായിരിക്കും നമ്മൾ ഈ ഡസ്റ്റ് ക്ലീൻ ചെയ്യേണ്ടത്? ഒരു AC ഫിറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ സ്ഥിരം യൂസിങ് ഉണ്ടെങ്കിൽ ഒരു 6 മാസത്തിൽ ചെയ്യണം. സ്ഥിരം യൂസിങ് ഉണ്ട്. ഇപ്പൊ ഞാൻ മെഷീൻ സർവീസ് ആണ് ചെയ്യുന്നത്, വാട്ടർ സർവീസ്. അപ്പൊ അതിന്റെ ഫിൽറ്റർ ഒക്കെ ഇളക്കി വാട്ടർ സർവീസ് AC ഫുള്ളായിട്ട് വീട്ടിൽ വെച്ച് വാട്ടർ ക്ലീനിങ് ആണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. ഗൾഫ് മെത്തേഡ്, ഗൾഫിൽ ചെയ്യുന്ന രീതിയിൽ ഞാൻ ഫുള്ളായിട്ട് അടിച്ചിട്ട് പമ്പ് വെച്ച് അടിച്ച് ഞാൻ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കും. റെഗുലർ ആയിട്ട് യൂസിങ് ഉണ്ടെങ്കിൽ 1 വർഷം, അത് യൂസിങ് ഇല്ലെങ്കിൽ 2 വർഷത്തിൽ ചെയ്താൽ മതി. 2 വർഷത്തിൽ ചെയ്താൽ മതി. ഇവിടെ പേടികുളത്ത് ഇവിടെ കാരയിട്ട് അമ്പാടി ഇതുണ്ട്. അവരുടെ വീട്ടില് ഞാനാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുള്ളത് AC ക്ലീനിങ്. സാംസങ് AC ഞാനാണ് ചെയ്തത്. അത് ചെയ്ത് നല്ല ഇതായി, അവർക്ക് സന്തോഷമായി, എനിക്കും സന്തോഷമായി. അതാണ് AC-ലുള്ളവർക്ക്. AC നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം പിന്നീട് ഈ ക്ലീനിങ് മാത്രമല്ലേ വരുന്നുള്ളൂ? ക്ലീനിങ് ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയിലാണ് ക്ലീൻ ചെയ്യുന്നത്, 1 വർഷത്തിന് ഫ്രീ. അതിന് ശേഷം കസ്റ്റമർ AC തണുപ്പ് മാത്രമേ ഇതാക്കുള്ളൂ. പിന്നെ ക്ലീനിങ്ങിന് ആള് വന്ന് കിട്ടത്തില്ല, ആ സമയത്തിന് ആളിനെ കിട്ടത്തില്ല. അതായത് ഡസ്റ്റ് കയറി AC-ൽ അടഞ്ഞിരിക്കുമ്പോ, ഫിൽറ്ററിൽ അടഞ്ഞിരിക്കുമ്പോ കൂളിംഗ് കുറയോ? കമ്മിയാവും. കാറ്റ് കിട്ടത്തില്ല. അതിന്റെ ഫാനിന്റെ കാറ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. അടുത്ത് കൊണ്ടുപോയി വെച്ചാൽ മാത്രമേ കാറ്റ് കിട്ടത്തുള്ളൂ. AC അവിടെ ഉണ്ടെങ്കിൽ കാറ്റ് ഇവിടെ അടിക്കണം. ഫുള്ളായിട്ട് റൂം കവറായി വരണം. അതാണ് AC-ലുള്ള വിഷയം. അതിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഒരു ശ്രദ്ധയിൽ വരുന്ന കാര്യം അതാണ്. പണ്ടത്തെ AC R22 ഗ്യാസ് ആണ്, ഇപ്പോഴത്തെ R32 410 ഗ്യാസ്. നമ്മുടെ സേഫ്റ്റി കരുതിയാണോ? അത് മൊത്തം ഷോർട്ടേജ് ആണ്. തീ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉള്ള ഗ്യാസ് മൊത്തം അതാണ്. ശ്വസിച്ചാലോ? അത് വിഷയമില്ല, ശ്വസിച്ചാൽ പ്രശ്നമില്ല. പിന്നെ മറ്റത് പക്ഷേ പഴയ ഗ്യാസ് ശ്വസിച്ചാൽ ബുദ്ധിമുട്ടല്ലേ? R12 അത് ഗവൺമെന്റ് സ്റ്റോപ്പ് ആക്കിയ ഓസോൺ പാളിയിൽ വരെ കണ്ണു വീഴാൻ കപ്പാസിറ്റി ഉള്ള ഗ്യാസ് അല്ലേ അത്? മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശമൊക്കെ കണ്ണു വീഴാൻ ഭയങ്കര അപകടകാരിയല്ലേ അത്? ഗവൺമെന്റിൽ സ്റ്റോപ്പ് ആക്കിയിട്ടാണ് 134 ഗ്യാസ് ഇറക്കിയത്. പഴയ കാറിനുള്ളിൽ AC-ലൊക്കെ അതല്ലേ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി കിടന്ന് AC ഇട്ടോ കിടന്നുറങ്ങുമ്പോഴത്തേക്ക് അപകട സാധ്യത, ആളുകൾ മരണപ്പെട്ട സംഭവം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ആ പഴയ ഗ്യാസ് ആണ്. പഴയ ഗ്യാസ് R12. ജനങ്ങളുടെ സുരക്ഷയെ മാനിച്ച് ഗവൺമെന്റ് പഴയ ഗ്യാസ് നിർത്തലാക്കിയെങ്കിലും ഇപ്പോഴത്തെ ഗ്യാസ് ഈ തീ പിടിക്കാനുള്ള സാധ്യത ഈ ഫ്രിഡ്ജിന്റെ ബാക്ക് സൈഡിലും ഉണ്ട്, ഞാൻ കാണിക്കാം. ഫ്രിഡ്ജിന്റെ ബാക്ക് സൈഡിൽ ഇതിനുള്ളിലും ഈ ഗ്യാസ് സർക്കുലേഷൻ അല്ലേ ഈ യൂണിറ്റ്? ഈ ഒരു മോട്ടർ ഇതിനുള്ളിലാണ് ഗ്യാസ് ഫില്ല് ഇവിടെ എഴുതിയിട്ടുണ്ടോ? ഗ്യാസിന്റെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 600. തീയുടെ ഡേഞ്ചർ അത് നോട്ട് ചെയ്തിട്ടുണ്ടല്ലേ? പലർക്കും ഇത് വലുതായിട്ട് അറിയത്തില്ല. നമ്മള് ഫ്രിഡ്ജ് വാങ്ങി ഉപയോഗിക്കുമെങ്കിലും ഇത് ബോർഡ്, ഇതാണ് ഇൻവെർട്ടർ. സ്റ്റെബിലൈസർ വേണ്ടാന്ന് പറയാ വിഷയം ഇതാണ്. മെയിൻ യൂണിറ്റ് പവർ ബോർഡ് ഇവിടെയാണ് വരുന്നത്. ഇത് ഫുൾ ഫ്രിഡ്ജിന്റെ ഫുൾ കൺട്രോളാണ്. ഇതിൽ നിന്നാണ് ലൈൻ ഇങ്ങോട്ട് പോണത്. ഇത് ഇൻവെർട്ടർ ഫ്രിഡ്ജ്, സ്മാർട്ട് ഇൻവെർട്ടർ ഫ്രിഡ്ജ്. അതായത് ഓട്ടോ കട്ട് ഓഫ് ഒക്കെ ചെയ്യുന്നോണ്ടാണ് സ്മാർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് സ്റ്റെബിലൈസർ എന്ന് പറയുന്നത്. ഫ്രീ. പക്ഷേ നമുക്ക് സ്റ്റെബിലൈസർ സെപ്പറേറ്റ് ആയിട്ട് വെച്ചാൽ ഫ്രിഡ്ജിന് താപത്തില്ലാതെ പോകും. ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട്.
അപ്പൊ ഫ്രിഡ്ജ് മേടിക്കുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം മേടിക്കാൻ. ഇപ്പൊ ഉള്ള മോഡലെല്ലാം ഇതാ ഈ ഫ്രിഡ്ജാ. ഈ ഒരു ഫ്രിഡ്ജ് ഈ ഒരു പുതിയ തരം ഗ്യാസ് ഫില്ല് ചെയ്യുന്നത്. നിങ്ങൾ 1 ലക്ഷത്തിന്റെ ഫ്രിഡ്ജ് മേടിച്ചാലും ഈ ഗ്യാസ്. പഴയ മോഡലെല്ലാം സ്റ്റോപ്പായി. ക്വിക്ക് ആയിട്ട് തണുപ്പ്, വളരെ പെട്ടെന്ന് അതായത് പെട്ടെന്ന്. ഗ്യാസിന്റെ പ്രത്യേകതയാണോ? ഗ്യാസിന്റെ വിഷയമാണ് ഇത്. ഓ, ആ ഗ്യാസിന് ഇങ്ങനെ ഒരു പ്രത്യേകത. നമ്മള് പണ്ടത്തെ 134 ഗ്യാസ് വെച്ചാൽ സ്ലോ ആയിട്ട് തണുപ്പ് കയറി പയ്യെ ഇത് എങ്ങനെ വെച്ചാൽ ഇത് 600 വളരെ സ്ലോ ആയിട്ടാണ് കയറി വരണത് ഗ്യാസ്. തണുപ്പ് ഹൈ ലെവലായിട്ട് തണുപ്പ് കിട്ടും. 600 AC ഒക്കെ നമ്മൾ പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സമയത്ത് റൂം തണുപ്പിക്കാൻ പറ്റും. എ സിയിലുള്ള ഗ്യാസ് സർക്കുലേഷൻ സ്ലോ ആയിട്ടേ കിട്ടുള്ളൂ, പക്ഷെ തണുപ്പ് ഹൈ ലെവലിൽ നമുക്ക് തണുപ്പ് കിട്ടും. അതായത് പ്രോഡക്റ്റ് എനിക്ക് ഇത് കേരളത്തില് തിരുവനന്തപുരത്ത് ജില്ലയും ഇത് തമിഴ്നാടും ഇത് വർക്ക് ചെയ്യാനുള്ള അല്ലേ? സൗത്ത് ഇന്ത്യൻ കൂളിംഗ് ഇൻഡസ്ട്രി ടെക്നീഷ്യൻ യൂണിയൻ ഡിജിറ്റൽ യൂണിയൻ. ഇത് കേരളത്തിലെ തിരുവനന്തപുരം. ചേട്ടൻ ഒന്ന് പരിചയപ്പെടുത്താവോ? എന്റെ വീട് തമിഴ്നാടാണ്, കുറ്റാളമാണ്. ഞാൻ പഠിച്ചത് മൊത്തം തമിഴ്നാട്ടിലാണ് ഞാൻ പഠിച്ചത്. അവിടെ നിന്ന് ഞാൻ ചെന്നൈയിൽ ട്രെയിനിങ്ങിന് പോയി. ചെന്നൈയിൽ ട്രെയിനിങ് പോയതിന് ശേഷമാണ് എന്നെ തിരുവനന്തപുരത്ത് വിട്ടത്. കമ്പനി ഡീലിംഗ് ആയിട്ടാണ് എന്നെ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് വിട്ടത്. അവിടെ നിന്നാണ് ഞാൻ 5 വർഷം അവിടെ നിന്നാണ് ഞാൻ പഠിച്ചത്, വർക്ക് എല്ലാം പഠിച്ചത്. ചെന്നൈയിൽ AC മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരം ജില്ലയിൽ വന്നപ്പോഴാണ് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും കൂടെ ഞാൻ പഠിച്ചത്. അത് പഠിച്ച് കാരയിട്ടാണ് തിരുവനന്തപുരം ജില്ലയിൽ കാരയിട്ട് പേടി കൊടുത്താണ് ഞാൻ കട ഇട്ടത്, ഷോപ്പ്. എൻ്റെ കട ഓണറാണ് ഉദ്ഘാടനം വന്ന് ചെയ്ത് സന്തോഷമായിട്ട്, ജ്യോതി പ്രകാശ് കഴക്കൂട്ടം. അങ്ങനെ കടയിട്ട് 5 വർഷം കട ഇട്ടിരുന്നു. പിന്നെ വീണ്ടും ഞാൻ കഴക്കൂട്ടത്തോട്ട് വിളിച്ചു. അങ്ങനെ ഞാൻ കഴക്കൂട്ടത്ത് പണിക്ക് ഹോം സർവീസ്, പിന്നെ VSSC, CSF, SFS ഫ്ലാറ്റ്, അവിടെ ഉള്ള ഫ്ലാറ്റുകള് കടപ്പുറം സൈഡ് എല്ലാത്തിലും ഞാൻ പോകുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കുളത്തുപുഴ അമ്മയുടെ നാടായതുകൊണ്ട് തെന്മല ഭാഗത്ത് അവിടെയും ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ നാട് തമിഴ്നാട് തെങ്കാശി ആയതുകൊണ്ട് അവിടെയും ചെയ്യുന്നുണ്ട്. അത് മൂത്തച്ഛൻ ഹൈക്കോർട്ട് ഇത് അഡ്വക്കേറ്റ് ആണ്. തെങ്കാശി ഡിസ്ട്രിക്ട് SP SI ആണ് മൂത്തച്ഛൻ. അച്ഛനില്ല, അച്ഛൻ ക്യാൻസറായി ഡെത്തായി 10 വർഷമായി. പിന്നെ നമ്മളിപ്പോ ഫാമിലി ആയിട്ടെല്ലാം കുളത്തുപുഴയാണ് താമസിക്കുന്നത്. എല്ലാം കുളത്തുപുഴ വീടുണ്ട്. തമിഴ്നാട്ടിൽ കുറ്റാലത്ത് വീടുണ്ട്. അപ്പൊ ഞാൻ ഈ AC-യുടെയും ഫ്രിഡ്ജിന്റെയും വാഷിംഗ് മെഷീന്റെയും എന്തെങ്കിലും സർവീസ് ആയിട്ട് ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിൽ ചേട്ടന്റെ നമ്പർ ഈ വീഡിയോയുടെ ഒപ്പം കൊടുക്കട്ടെ? കൊടുത്തോ, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ.